ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഡ്രിങ്കിൻ്റെ പേര് അറേബ്യൻ ജല്ലാബ്. നമുക്ക് ജല്ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈത്തപ്പഴം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുന്തിരിയാണ്. കറുത്ത ഉണക്ക മുന്തിരി ഞാൻ 2 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇനി നമുക്ക് കുതിർത്തി വെച്ച മുന്തിരി ഒന്ന് മിക്സിയിലോട്ട് അടിച്ചെടുക്കണം. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. ബാക്കിയുള്ള മുന്തിരിയും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ഉണക്ക മുന്തിരി കുതിർത്തി വെക്കാതെയും അരച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷെങ്കിൽ ഇതുപോലെ കുതിർത്തി വെച്ച് അരക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. വേഗത്തിൽ അരഞ്ഞു കിട്ടും. അപ്പം നമുക്ക് ഈ മുന്തിരി മുഴുവനായിട്ടും അടിച്ചെടുത്ത് അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുന്തിരി മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ ഈത്തപ്പഴം കൂടി ഇതുപോലെ അരച്ചെടുത്ത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. നമുക്ക് ഈത്തപ്പഴം മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ജല്ലാബ് ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളവും കൂടി മുന്തിരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ കയ്യിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടി ബീറ്റ്റൂട്ടിൻ്റെ തോല് ചെത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്കിത് കോരി മാറ്റാം. ഒന്ന് തിളച്ചതിന് ശേഷം ഈ ജല്ലാബ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ മുന്തിരിയും 1/2 കിലോ ഈത്തപ്പഴവും 2 ലിറ്റർ വെള്ളമാണ് മൊത്തമായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഈത്തപ്പഴം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോൾ ഒരു 10-20 മിനിറ്റോളം നല്ലോണം തിളപ്പിച്ചെടുക്കണം.
നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. മധുരം നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ 2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1.5 സ്പൂണ് ലെമൺ ജ്യൂസാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ റോസ് വാട്ടർ ഞാൻ എടുത്തേക്കുന്നത് 2 സ്പൂണാണ്. ഞാനിവിടെ എടുത്ത് വെച്ച റോസ് വാട്ടർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം നല്ലോണം തിളപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ജല്ലാബ് ഇവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജഗ്ഗിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഈ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബും വിട്ട് കൊടുക്കണം. അപ്പം ഈ ജല്ലാബ് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഒരു അടിപൊളി പാനീയമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.